ഹരേ കൃഷ്ണ. ശ്രീലകത്ത് ഇന്ന് പൊന്നുണ്ണി ദാമോദരനായിട്ടാണ്. ഇത് ദാമോദര മാസമാണല്ലോ. ഇന്ന് പൊന്നുണ്ണി ദാമോദരനായിട്ട് ഉരുളിൽ കെട്ടിയിട്ട രൂപത്തിലാണ്. കയ്യിൽ ഓടക്കുള്ളുണ്ട്, കാലിൽ പൊൻതളകളുണ്ട്, പൊന്നരിഞ്ഞാണമുണ്ട്, മണികളോട് കൂടിയ പൊന്നരിഞ്ഞാണമുണ്ട്, പട്ടുകോണകം ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്, മാലകൾ ചാർത്തിയിട്ടുണ്ട്, മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്, വളയം പോലൊരു മാല ചാർത്തിയിട്ടുണ്ട്, പതക്കം പോലൊരു മാലയും ചാർത്തിയിട്ടുണ്ട്, മയിൽപ്പീലി ചൂടി കിരീടം വെച്ചിട്ടുണ്ട്, സ്വർണ്ണ ഗോപി ചാർത്തിയിട്ടുണ്ട്, കയ്യിൽ പൊൻവളകളുണ്ട്, തോൾവളകളുണ്ട്. എല്ലാം കൂടി ഇട്ട് സുന്ദര കുട്ടനായിട്ട് ഉരുളിൽ കുസൃതി കുറുമ്പനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കയ്യ് എളിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, മറുകയിൽ ഓടക്കുള്ളും പിടിച്ചിട്ടുണ്ട്. കണ്ണൻ്റെ അരിഞ്ഞാണത്തിലേ നിറയെ മണികളാണ്. കാൽത്തളകളും കാണാൻ നല്ല ചന്തമുണ്ട്. തോൾവളകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതില് കല്ല് പതക്കം വെച്ചിട്ടുള്ള തോൾവളകളാണ്. കളഭത്തിന് പുറത്താണ് സ്വർണ്ണഗോപി വെച്ചിരിക്കുന്നത്. കണ്ണും വിരിയൊക്കെ എഴുതി സുന്ദരക്കുട്ടനായിട്ട് അതിലൊക്കെ അങ്ങോട്ട് ഭംഗി കൂടുതൽ എനിക്ക് തോന്നുന്നത് ആ മയിൽപ്പീലിയാണ്. അതാണ് നമുക്കങ്ങോട്ട് ശ്രദ്ധ അങ്ങോട്ട് പിടിച്ചു പറ്റുന്നത്. ആ ഓമനത്തം തുളുമ്പുന്ന മുഖവും കാതില് കടുക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പൊന്നുണ്ണിയുടെ ആ രൂപം നിങ്ങൾ മാനസ പൂജ ചെയ്തേ. പാദം മുതൽ നിങ്ങൾ ഓരോരുത്തരും മാനസ പൂജ ചെയ്യൂ. പാദത്തീന്ന് അങ്ങോട്ട് തുടങ്ങട്ടെ. ആ സ്വർണ്ണത്തളകൾ ഇട്ട പാദം മുതൽ അരഞ്ഞാണം, കയ്യ്, മുഖം, ചെവി, കണ്ണ്, മൂക്ക്, ഓടക്കുഴല്, ആ ഉരല്, എത്ര ഭാഗ്യം ചെയ്ത ഉരലാണല്ലേ. മയിൽപ്പീലി, സ്വർണ്ണക്കിരീടം, സ്വർണ്ണഗോപി, അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങളിങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് മുകളിലോട്ട്, തഴേന്ന് മുകളിലോട്ട് അങ്ങോട്ട് ഒരു മാനസ പൂജ ചെയ്തേ. നമ്മുടെ പൊന്നുണ്ണിയെ നമ്മൾ തളകളണിയിക്കുന്നു, വളകളണിയിക്കുന്നു, മാലകളണിയിക്കുന്നു, അരിഞ്ഞാണം ചാർത്തുന്നു, പട്ടുകോണകം മുടിപ്പിക്കുന്നു, ഓടക്കുഴൽ നൽകുന്നു, ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യാണ്. ആരെ? നമ്മുടെ പൊന്നുണ്ണിയെ. മാനസ പൂജ എന്ന് പറഞ്ഞാൽ അതിനും വലിയ പൂജയില്ല. മനസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കുളിപ്പിച്ചൊരുക്കി സുന്ദരക്കുട്ടനെ കൊണ്ടുവന്ന് നിർത്തി ഇങ്ങനൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോൾ കയ്യിൽ അപ്പടി കുസൃതിയാ. അപ്പം എന്താ ചെയ്യുന്ന അമ്മ? ഉരലിൽ കെട്ടിയിടുകയാണ്. ദാമോദര മാസത്തിൽ നമ്മൾ ഭഗവാനെ ദാമോദരനായിട്ട് പൂജിക്കുന്നത് എങ്ങനെയാണ്? ഉരലിൽ കെട്ടിയിട്ട രൂപത്തിലാണല്ലോ. അതെല്ലാവർക്കും അറിയാലോ. പാദം, മുഖം മൊത്തത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ നെയ്വിളക്കിൽ പൂജ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഭഗവാന്റെ രൂപം. ആ രൂപം അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ഉൾക്കൊണ്ടിട്ട് മാനസ പൂജ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ നൽകാം? വെണ്ണയൂട്ടണോ? ഊട്ടാം. കാൽക്കൽ തുളസി വെച്ച് സമർപ്പിക്കണോ? വെക്കാം. തുളസി മാല കഴുത്തിലിടണോ? ചെയ്യാം. ഈ ഒരുക്കി നിർത്തിയിരിക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണനെ മനസ്സുകൊണ്ട് നമുക്ക് ഏതറ്റം വരെയും എന്തും ചെയ്യാം. നമ്മുടെ ഉണ്ണിക്കണ്ണനാണ്, നമ്മുടെ മാത്രമാണ് നമ്മുടെ കണ്ണൻ. നമ്മൾ ഓരോരുത്തരുടേതുമാണ് നമ്മുടെ കണ്ണൻ. നമ്മുടെ കണ്ണനെ നമുക്ക് ഒരുക്കാം, ഉമ്മ വയ്ക്കാം, പരിഭവം പറയാം, ദേഷ്യപ്പെടാം. എന്താ ചെയ്യാൻ പറ്റാത്തെ? മറ്റാരോട് പറ്റും? ഈ ലോകത്ത് നിങ്ങൾക്ക് ആരോട് പറ്റും അങ്ങനെ? നമ്മുടെ ഉണ്ണിക്കണ്ണനോടല്ലാതെ ഇങ്ങനെ ആരോടെങ്കിലും പറ്റുമോ? ഇത്രയും കൊഞ്ചിക്കാം, വഴക്ക് പറയാം, സ്നേഹിക്കാം, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. നമ്മളെ ഒരിക്കലും കൈവിടാത്ത ലോകത്തിൽ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ ഭഗവാനാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൈവിടാത്തത് ഈ ലോകത്തിൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ഗുരുവായൂരപ്പനല്ലാതെ മറ്റാരുമില്ല. നമ്മൾ ആ ജീവിച്ചിരിക്കുന്ന, നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ ജീവിച്ചിരിക്കുന്ന ദൈവം എന്നൊക്കെ? നമ്മളതിൻ്റെ ഓരോ നിമിഷവും ആ നന്മ ആസ്വദിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. മായാവലയത്തിലാണ് നമ്മളല്ലേ. അങ്ങോട്ട് ചെന്നാലോ? ശ്രീലകത്തിലോട്ട് നോക്കുമ്പോൾ നമ്മളെ ഒരു നോട്ടമുണ്ട്. മറ്റാരോടുമില്ലാത്തൊരു സ്നേഹവും പ്രണയവും ഒക്കെ നമുക്കുണ്ട്. മാനസപൂജ തുടങ്ങാം.